പച്ചയും മഞ്ഞയും കലർന്ന ധാവണിയെടുത്ത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ദേവിൽ ഒരു ജോഡി കണ്ണുകൾ തറഞ്ഞു നിന്നു. ഇതുവരെ തോന്നാത്ത പുതുഭാവം കാഴ്ചയിൽ തെളിഞ്ഞപ്പോൾ ആ കണ്ണുകളുടെ ഉടമ മുഖം വെട്ടിച്ച് കളഞ്ഞു. ആ, എന്റെ അനിത്യ നല്ല ചുന്ദരിയായിട്ടുണ്ടല്ലോ, സിദ്ധു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ധു ദേവിനോട് കാണിക്കുന്ന സ്നേഹം കണ്ട് സിത്താരയ്ക്കുള്ളിൽ അമർഷം തോന്നി. അമ്മയും ചേട്ടനും ചേച്ചിയോടും അനിയത്തിയോടും കാണിക്കുന്ന സ്നേഹവും കരുതലും സിത്താരയിൽ നന്ദയോടും ദേവിനോടും ഇഷ്ടക്കേടുണ്ടാക്കി. നീ ഇങ്ങനെ അവരിൽ നിന്ന് അകന്നു പോയിട്ടല്ലേ സിദ്ധു അവർ നിന്നോട് അകൽച്ച കാണിക്കുന്നത്? അല്ല, നമ്മുടെ വീട്ടിൽ അതിഥികളായി വരുന്നവരോട് ദേഷ്യം കാണിച്ചിട്ട് എന്ത് കാര്യം? തുളസി അവളെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചപ്പോൾ സിത്താരൊന്നും മിണ്ടാതെ അവളുടെ മുറിയിലേക്ക് പോയി. സ്നേഹിച്ചവനും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, ഞാനൊരു അധികപ്പറ്റ, അവൾ വാശിയും സങ്കടം കൊണ്ട് കണ്ണ് നിറച്ചുകൊണ്ട് സ്വയം പറഞ്ഞു. സിത്തുവിന്റെ കണ്ണ് നിറഞ്ഞു അവൾ കയറിപ്പോകുന്ന കണ്ട് നന്ദ അവൾക്ക് പിന്നാലെ പോയി. സിത്താരയുടെ റൂമിന് മുൻപിലെ വാതിലൊന്ന് കൊട്ടി നന്ദ അകത്തേക്ക് നോക്കി. സിത്താര തിരിഞ്ഞു നോക്കിയപ്പോൾ നന്ദയായിരുന്നു. അവളുടെ മുഖത്ത് അനിഷ്ടം നിറഞ്ഞു. എന്താ? അവൾ പരുഷമായി തന്നെ ചോദിച്ചു. കുട്ടിയോട് കുറിച്ച് സംസാരിക്കാനുണ്ടായിരുന്നു, അകത്തേക്ക് വന്നിട്ടെ. നന്ദയ്ക്ക് അവൾ അനുവാദം കൊടുത്തപ്പോൾ നന്ദ അകത്തേക്ക് കയറി. എന്താ സംസാരിക്കാനുള്ളത്? ഞാനും ദേവും 2 ദിവസത്തേക്ക് ഇവിടെ വന്നതാണ്, നാളെ തന്നെ തിരിച്ചു പോകും. സിദ്ധാർത്ഥിന്റെ അമ്മ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം കണ്ടിട്ടാണോ കുട്ടി ഞങ്ങളോട് നീരസമെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഞങ്ങളായി ആരുടെയും മനസ്സ് വിഷമിക്കുന്നുണ്ട്. ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞാനിവിടെ വന്നത് പോലും. കുട്ടിക്ക് ഞങ്ങളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? സിത്താരയ്ക്ക് നന്ദയുടെ മുന്നിൽ ചെറുതായി പോയതുപോലെ തോന്നി. ഏയ്, ഞാൻ അങ്ങനെയൊന്നുമല്ല. അമ്മ ആരോടും അങ്ങനെ അടുക്കാതെ പ്രകൃതാണ്. പക്ഷെ ചേച്ചി വന്നപ്പോൾ മുതൽ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ അമ്മക്കേട്ടനും വേണ്ടാത്തതുപോലെ. നന്ദ അവളെ വാത്സല്യത്തോടെ നോക്കി. ഇത്രയേ ഉള്ളൂ, 2 ദിവസത്തേക്ക് മാത്രമേ ഞങ്ങൾ ഇവിടെ കാണൂ. പിന്നീട് ഇന്നും സിത്താര തന്നെ അവരുടെ കൂടെ ഉണ്ടല്ലോ. പിന്നെ സിത്താരയ്ക്ക് ഒരു ഉൾവലിഞ്ഞ സ്വഭാവമാണ്. ദേവ് ഒരു വായാടിയാണ്. സിദ്ധുവും അവളും തമ്മിൽ തല്ലും സ്നേഹവുമാണ്. ഒരേട്ടയില്ലാത്തതിൻ്റെ സങ്കടം അവൾക്ക് മാറിയത് സിത്താരയുടെ ഏട്ടൻ മാഷിൻ്റെ കൂടെ താമസത്തിന് വന്നത് മുതലാണ്. സോറി ചേച്ചി, പെട്ടെന്നുണ്ടായ സങ്കടത്തിൽ ഞാൻ നിങ്ങളെ അവഗണിച്ചത്. സിദ്ധു തലകുമ്പിട്ട് നിന്നു പറഞ്ഞപ്പോൾ നന്ദ അവളുടെ കയ്യിൽ പിടിച്ചു അവളെ നോക്കി. പിന്നെ ഞാൻ കരുതി. സിത്താര പറയാമെന്നതും പകലിൽ നിർത്തി അവളെ നോക്കി. എന്ത് കരുതി? അത് ചേച്ചിക്കും കിച്ചേട്ടനും. നന്ദ മുഖം ചൊളിച്ച് അവളെ നോക്കി. കിച്ചേട്ടനോ? അതാരാ? അത് നന്ദേട്ടനെ ഞാൻ വിളിക്കുന്നത് അങ്ങനെയാ. അവളുടെ മുഖത്ത് നാണം നിറഞ്ഞപ്പോൾ നന്ദ അവളെ മിഴികളെ ഒട്ടി നോക്കി. മാഷ അങ്ങനെയും പേരുണ്ടോ? ആ, എന്തായാലും കുട്ടി വിചാരിക്കുന്ന പോലെ ഞാനും മാഷ് തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല. എനിക്ക് മറ്റൊരു പ്രണയമുണ്ട്. നന്ദ അത് പറയുമ്പോൾ സിത്താര ആശ്വാസത്തോടെ അവളെ നോക്കി. ഞാൻ എന്തൊരു വിഡ്ഢിയല്ല ചേച്ചി, ഒക്കെയും എൻ്റെ തോന്നലുകളായിരുന്നു. വെറുതെ ഞാൻ ചേച്ചി തെറ്റിദ്ധരിച്ചു. സിത്താര നാക്ക് കഴിച്ചുകൊണ്ട് അവളെ നോക്കി. എത്ര നാളെ തുടങ്ങിയിട്ട്? നന്ദ ചിരിയോടെ ചോദിച്ചു. കുട്ടിക്കാലം മുതൽ നന്ദിട്ട് എൻ്റെ മനസ്സിലുണ്ട് ചേച്ചി. പക്ഷേ കിച്ചേട്ടൻ ഞാൻ എന്നും അനിയത്തി മാത്രമാണ്. ഞാനുള്ളത് കൊണ്ടാണ് ഏട്ടനെ വീട്ടിൽ പോലും വരാത്തത്. പിന്നെ വിശ്വേട്ടൻ കാരണം, ഞങ്ങൾ 2 ആളും കാരണം ഏട്ടൻ ഇവരിൽ നിന്നൊക്കെ അകന്നു. രാത്രിയിൽ ഔട്ട് ഹൗസിൽ പോയി കിടക്കുന്നതും അതുകൊണ്ടാണ്. സിത്താര സങ്കടത്തോടെ പറഞ്ഞു. തിരികെ കിട്ടില്ലെന്ന് ഉറപ്പില്ലെന്ന് അറിഞ്ഞിട്ടും നീ ഇപ്പോഴും മാഷിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ മാഷിന് മനസ്സ് മാറിയില്ലെങ്കിൽ ഒരിക്കലും പിന്നീട് നിന്റെ ഇഷ്ടം പറഞ്ഞ് പിന്നാലെ പോകരുത്. പ്രണയം ശല്യമാകരുത്. അത് ശാന്തമായിരിക്കും. പലവട്ടം മറക്കാൻ ശ്രമിച്ച ചേച്ചി, പക്ഷെ കഴിയുന്നില്ല. അവസാനം കിച്ചോട്ടെന്ന് വെറുക്കുന്ന വിധത്തിലായി കാര്യങ്ങൾ. ദൂരെ എന്തെങ്കിലും എനിക്കൊന്ന് കാണാൻ കഴിയുന്നുണ്ടല്ലോ, അത് മതി. സിത്താരയുടെ കണ്ണുകൾ നിറയുന്നത് നന്ദ നോക്കി. തിരികെ കിട്ടില്ലെന്ന് ഉറപ്പില്ലായിട്ടും ഇന്ന് ജീവനോടെ ഈ ഭൂമിയിലില്ലായിട്ടും ഞാൻ പ്രണയിക്കുന്നുണ്ട്. എനിക്ക് കാണാൻ പോലും പറ്റില്ല ഇനി ഒരിക്കലും. നന്ദിയുടെ വാക്കിൽ സിത്താര നെട്ടി അവളെ നോക്കി. ചേച്ചി, ചേച്ചി എന്താ പറഞ്ഞേ? നന്ദ അവളെ നിന്ന് നോക്കി. എൻ്റെ പ്രണയം വിചിത്രമാണ്. ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത പ്രണയം. എൻ്റെ പ്രണയം കാരണം ഞാൻ മറ്റുള്ളവരുടെ വേദന കണ്ടില്ലെന്ന് നടിക്കുന്നു. പക്ഷെ അതൊക്കെ എൻ്റെ ശൈലികളാണ്. നന്ദ തൻ്റെ ജീവിതം സിത്താരയോട് തുറന്ന് പറയുമ്പോൾ സിത്താര പകപ്പോടെയാണ് ഓരോന്ന് കേട്ടിരുന്നത്. നന്ദ മനസ്സ് തുറന്നതിൽ പിന്നെ സിത്താരയ്ക്ക് അവളോടുള്ള അകൽച്ച മാറിയിരുന്നു. നന്ദയുടെ വാക്കുകൾ നന്ദനോടുള്ള സിത്താരയുടെ സമീപത്തിൽ മാറ്റം വരുത്തിയിരുന്നു. നന്ദനോട് ഒരിക്കൽ കൂടി മനസ്സ് തുറക്കാൻ സിത്താര തീരുമാനിച്ചു. അവൻ്റെ മറുപടി പഴയതുപോലെയാണെങ്കിൽ ഇനി അവനെ തൻ്റെ പ്രണയവും പറഞ്ഞ് ശല്യം ചെയ്യില്ലെന്ന് അവൾ തീരുമാനിച്ചു. ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി. ബന്ധുക്കൾ മിക്കവരും എത്തിയിരുന്നു. മഞ്ഞയിൽ ചുവന്ന ബോർഡറുള്ള സാരിയായിരുന്നു നിർമ്മല നന്ദനയ്ക്ക് നൽകിയത്. ചുവപ്പ് നിറമുള്ള ബ്ലൗസ് കൂടി ഇട്ടുകൊണ്ട് നന്ദ സാരി ചുറ്റി. മുല്ലപ്പൂവുമായി സിത്താര അവരുടെ മുറിയിലേക്ക് വന്നു.
ചേച്ചിതാ രണ്ടാൾക്ക് അമ്മ തന്നു വിട്ടതാ. സിത്താര ബെഡിൽ കൊണ്ടുവച്ചിട്ട് നന്ദയും ദേവനെയും നോക്കി പറഞ്ഞു, ഞാൻ പൂവ് വെക്കാറില്ല, ദേവ് വെച്ചോളും. സിത്താര തലയാട്ടിക്കൊണ്ട് ബെഡിലേക്കിരുന്ന് നന്ദയെ നോക്കി. ഈ സാരി ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. സിത്താര പറഞ്ഞപ്പോൾ നന്ദ അവളെ പുഞ്ചിരിയോട് നോക്കി. ചടങ്ങിയപ്പോഴാ ദേവ് സിത്താരയോട് ചോദിച്ചു, സന്ധ്യാപ്പച്ചും വിശ്വചേട്ടനും എത്തിയല്ല, അവർ എത്തുന്നതേ ഉള്ളൂ. എന്തായാലും ഉടനെ തുടങ്ങും. കല ചേച്ചിയുടെ വീട്ടിൽ വെച്ച മെഹന്തി ഫംഗ്ഷൻ. പക്ഷേ അവിടേക്ക് പോകുന്നില്ല. നാളെ കല്യാണം കഴിഞ്ഞിട്ട് വലിയ റിസപ്ഷൻ നടത്തുന്നുണ്ട്. പിന്നെ രണ്ടാളും അതുകൂടി കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകും. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പോകും. അച്ഛനമ്മയും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതുമല്ല സ്കൂളിൽ 2 ദിവസം ലീവ് പറഞ്ഞിട്ടുള്ളൂ. റിസപ്ഷൻ കഴിഞ്ഞ് നേരെ പൊക്കോ ചേച്ചി. ഇതുവരെ ആയില്ലേ, കുറച്ച് സമയം കൂടി നിന്നൂടെ? ഇനി എന്നാ രണ്ടാൾ ഇവിടെ ഇതുപോലെ വരിക? കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സിത്താര നന്ദയോടും ദേവനോടും അടുത്തിരുന്നു. നോക്കാമെന്ന് മാത്രം നന്ദ അവളോട് മറുപടി പറഞ്ഞു. അതിഥികളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എല്ലാവരും തിരക്കിലായി തുടങ്ങി. നിർമ്മലയുടെ ചേച്ചിക്ക് കാലിന് സുഖമില്ലാത്തതിനാൽ ഒരിടത്ത് തന്നെ ഇരുന്നു. നന്ദയ്ക്ക് നൽകിയ അതേ സാരിയിൽ പച്ച ബോർഡറുള്ളതായിരുന്നു നിർമ്മല ഉടുത്തിരുന്നത്. നീ ആ കൊച്ചിനെ എപ്പോഴും നിന്റെ മരുമകളാക്കിയോ നിമ്മി? നിർമ്മലയുടെ ചേച്ചി ചിരിയോടെ സ്വകാര്യമായി നിർമ്മലയുടെ ചെവിയിൽ പറഞ്ഞപ്പോൾ നിർമ്മല നന്ദയെ നോക്കി ചിരിച്ചു. എൻ്റെ ആഗ്രഹം അത് തന്നെയാ ചേച്ചി. ഈ വീടിന് ചേരുന്ന ഏറ്റവും നല്ല കുട്ടിയായിരിക്കും അവള്. അടുക്കവും ഒതുക്കവും ബഹുമാനവും പതിഞ്ഞ സ്വഭാവവും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സന്ധ്യ അന്ന് കെട്ടിയെടുത്ത് കൊണ്ടുവന്ന ഒരുത്തിയ ചേച്ചിക്ക് ഓർമ്മയില്ലേ? എൻ്റെ സിദ്ധുവിനെ മാർപ്പവും ദ്രോഹിക്കാനല്ലേ അങ്ങനെ ഒരു പെണ്ണിനെ അവൾ ഇവിടേക്ക് കൊണ്ടുവന്നത്? ആ കൊച്ചല്ലേ ബാംഗ്ലൂർ വെച്ചൊരു പയ്യൻ്റെ ഒപ്പം വൈഷ്ണവ് കണ്ടത്? അവൾ തന്നെ എൻ്റെ മക്കൾ നന്നാവുന്നത് സന്ധ്യയ്ക്ക് ഇഷ്ടമല്ലല്ലോ. ചേട്ടന്മാരെ ചാക്കിലാക്കി അവൾ ഇഷ്ടമെല്ലാം നേടും. അങ്ങനെ നേടിയതാണല്ലോ വളർത്തപുത്രൻ്റെ MD സ്ഥാനം. നിമ്മി, ഇവിടെ തെറ്റ് സിദ്ധുവിൻ്റെ തന്നെയാണ്. അവൻ ഉത്തരവാദിത്തം കാണിച്ചിരുന്നെങ്കിൽ ആ ചെറുക്കൻ സമുദ്ര ഗ്രൂപ്പിന്റെ അമരത്ത് വരുമായിരുന്നു. ഇനി അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ അവനൊരു ഭാര്യ വരണം, കുടുംബമുണ്ടാകണം. അപ്പോൾ ഉത്തരവാദിത്തം തന്നെ ഉണ്ടാകും. അതിനെ ചേച്ചി എൻ്റെ മനസ്സിലും. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നന്ദയോടെ ഞാൻ ഈ കാര്യം സംസാരിക്കും. എടുത്ത ചാടി ഒന്നും തീരുമാനിക്കാൻ വരട്ടെ. ഇവിടെ വെച്ച് ആ കൊച്ചിനോട് സിദ്ധുവിന്റെ കാര്യം സംസാരിച്ച ആ കൊച്ചിന് അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ വന്നപ്പോൾ മുതൽ നീ അവരോട് കാണിച്ച സ്നേഹം ഇത് മനസ്സിൽ കണ്ടിട്ടാന്ന് വിചാരിക്കും. സാവധാനം മതിയെല്ലാം. നിർമ്മല തലയാട്ടി സമ്മതിച്ചു. മഞ്ഞ ജമന്തി പൂക്കൾ കൊണ്ട് മനോഹരമായി ആൾ അലങ്കരിച്ചിരുന്നു. നന്ദൻ ചുവരിൽ ആർട്ടിഫിഷ്യൽ പൂക്കൾ കൊണ്ടുള്ള ഹരം അണിയിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ടീച്ചറെ, ആ മാല ഇങ്ങെടുക്കുവോ? ഏണിയുടെ മുകളിൽ നിൽക്കുമായിരുന്നു നന്ദൻ. അപ്പുറത്തിരുന്ന മാല ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നന്ദയോട് പറഞ്ഞു. നന്ദ തലയാട്ടിക്കൊണ്ട് ആ മാല തട്ടത്തോടെ എടുത്ത് തിരിഞ്ഞതും ഒരാൾ വന്നിടിച്ചതൊപ്പമായിരുന്നു. വേച്ചു വീഴാഞ്ഞ നന്ദയെ അയാൾ ചേർത്ത് പിടിച്ചു. നന്ദന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. നന്ദൻ നേരെ നിന്നുകൊണ്ട് അയാളെ നോക്കി. സോറി. അയാൾ അത്രയും പറഞ്ഞ് അവളൊന്ന് നോക്കിയിട്ട് സ്റ്റെപ്പ് കയറി. അയാളുടെ വില കൂടിയ സെന്റിന്റെ മണം ശ്വസിച്ചപ്പോൾ നന്ദയ്ക്ക് ഓക്കാനിക്കാൻ തോന്നി. അവൾ വല്ലായ്മയോടെ നിൽക്കുന്നത് കണ്ട് നന്ദൻ ഇറങ്ങി വന്നു. ടീച്ചറെ, എന്തെങ്കിലും പറ്റിയോ? നന്ദൻ ആകൃതിയോട് ചോദിച്ചു. ഇവിടെ വന്നപ്പോൾ മുതൽ ഇതാണല്ലോ മാഷെ, എനിക്കൊന്നും പറ്റിയില്ല. അല്ല, ആരാത്? സ്റ്റെപ്പ് കയറി പോകുന്നത് നോക്കി നന്ദ അവനോട് ചോദിച്ചു. അവൻ ഞങ്ങളുടെയൊക്കെ പൊതു ശത്രു. നന്ദൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. ആളെ മനസ്സിലായെന്ന പോലെ നന്ദ തലകുലുക്കി. എന്നാൽ സ്റ്റെപ്പ് കയറി പോകുന്നതിന്റെ കണ്ണുകൾ നന്ദയിലേക്ക് പതിഞ്ഞു. ചേട്ടന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സിദ്ധാർത്ഥന്റെ അപ്പച്ചി സന്ധ്യ. അവരുടെ കണ്ണുകൾ നന്ദയിലേക്കും ദേവുവിലേക്കും നീണ്ടു. ആ കുട്ടികൾ ആരെയിട്ട ഇവന്റ് മാനേജ്മെന്റ് ആൾക്കാരാണോ? ദേവിന് ദേഷ്യം വന്നിരുന്നു. അല്ല, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുട്ടികളാ. മക്കളിങ്ങ് വന്നേ. നിർമ്മല സദ്യ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ നന്ദയും ദേവിനെയും അടുക്കളയിലേക്ക് വിളിച്ചു. നിർമ്മല ഇത്രയും അടുത്ത സ്നേഹത്തോട് ഇടപഴകുന്നത് കണ്ട് സന്ധ്യ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. നന്ദന്റെ സ്കൂളിലെ ടീച്ചറാ നന്ദമോള്. ഇത് ദേവു, നന്ദയുടെ അനിയത്തി. ഞങ്ങൾ നേരിട്ട് പോയി ക്ഷണിച്ചതാ, അല്ലാതെ ഇവിടെ ജോലിക്ക് വന്നവരല്ല. ആരെയും വില കുറിച്ച് കാണുന്ന സദ്യയുടെ സ്വഭാവം നിർമ്മലയ്ക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ സദ്യ തറപ്പിച്ചു നോക്കിക്കൊണ്ട് നിർമ്മല അത് പറഞ്ഞു. നിന്റെ ശത്രു അല്ല, നമ്മുടെ ശത്രു ലാൻഡ് ചെയ്തിട്ടുണ്ട്. സിദ്ധുവിന്റെ മുറിയിലേക്ക് വന്ന് നന്ദൻ പറഞ്ഞപ്പോൾ മുടി ചീക്കൊണ്ട് നിന്ന സിദ്ധാർത്ഥ് നിരസത്തോടെ അവനെ നോക്കി. വന്നപ്പോൾ അവന്റെ ഷോ തുടങ്ങി. ഷോ? എന്ത് ഷോ? സിദ്ധാർത്ഥ് സംശയത്തോട് ചോദിച്ചപ്പോൾ നന്ദൻ നടന്നോക്കി അവനോട് പറഞ്ഞു. അമ്മയുടെ മുന്നിൽ ഷോ ആയിരിക്കും ഇനി അങ്ങോട്ട്. ടീച്ചറിനോടും ദേവനോടും ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ താമസിക്കുന്ന നാട്ടിൽ നിന്ന് വന്നതാണെന്ന് അറിഞ്ഞ 100 ചോദ്യം ചോദിക്കും. അതിനപ്പച്ചേ സദാസമയം ടീച്ചറിന്റെ കൂടെയുണ്ട്. അല്ലടാ സിദ്ധു, നിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? ആരോടും പെട്ടെന്ന് നടക്കാത്ത അപ്പച്ചി ടീച്ചറെ തലയിൽ വെച്ചാ നോക്കുന്നേ. ഇവിടെ എന്തോ ചീഞ്ഞ് നാറുന്നു. നന്ദൻ താടിൽ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞപ്പോൾ സിദ്ധുവിന് ചിരി വന്നു. അമ്മയ്ക്കൊരു ഉദ്ദേശമേ കാണൂ. എന്തുദ്ദേശം? മിക്കവാറും ടീച്ചറിന്റെ അമ്മ എനിക്ക് വേണ്ടി ആലോചിക്കും.
അത് തന്നെ ഈ സ്നേഹത്തിന്റെ കാരണം. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലേ? നന്ദൻ ചിരിയോടെ ചോദിച്ചു. വലിയമ്മയോട് പറയാൻ ഞാൻ കേട്ടതാ. പക്ഷെ അമ്മയുടെ ആഗ്രഹം ഒരിക്കലും നടക്കില്ലെന്ന് നമുക്കെല്ലാം അറിയും. ഈ തിരക്ക് കഴിഞ്ഞിട്ട് അമ്മയോട് ഞാൻ സംസാരിക്കാം. തൽക്കാലം ഇങ്ങനെ പോട്ടെ. പക്ഷേ അവരെന്തിനാ അതിനിടയ്ക്ക് കയറി പിടിക്കാനൊക്കെ പോയത്? ഷോ, ടീച്ചർ എന്ത് വിചാരിക്കും? ടീച്ചറിന് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു ആ സമയം. നോക്കാം നമുക്ക്. അവന്റെ എല്ലാ തോന്നിവാസത്തിനും കൂടെ പിടിക്കാൻ അമ്മായി ഉണ്ടെന്ന് അവന്റെ ധൈര്യം. നന്ദൻ സിദ്ധുവിനെ നോക്കി പറഞ്ഞു. ഇതേ സമയം തന്റെ ബെഡിൽ മലർന്ന് കിടന്നുകൊണ്ട് നന്ദയുടെ ഗന്ധം ഒന്നുകൂടി വലിച്ചെടുക്കുമായിരുന്നു അവൻ. ഒപ്പം അവളുടെ കണ്ണുകളുടെ പിടച്ചിലും. വിഷയം വിളിക്കാൻ റൂമിലേക്ക് വന്ന് സന്ധ്യ മലർന്ന് കിടന്ന് എന്തോ ആലോചിക്കുന്ന വിഷയം നോക്കി. ഇത് റെഡിയായില്ലേ? ഫംഗ്ഷൻ തുടങ്ങാറായി. മാം, സദ്യയുടെ കണ്ണുകൾ ചുരുങ്ങി. ആര്? തായൊരു സുന്ദരി നിന്നില്ലേ? അവള് തന്നെ. സാരി എടുത്തു നിന്നതോ അതോ ധാവണി എടുത്തു നിന്നതോ? യെല്ലോ സാരി എടുത്തു നിന്നില്ല അവള്. ഓ, ആ കൊച്ച് അത് നന്ദന്റെ കൂടെ ജോലിയുള്ള കൊച്ചാ. ടീച്ചറാണ്. അതിന്റെ അനിയത്തിയും കൂടെ ഉണ്ട്. എടുത്തിക്ക് ആ പെങ്കേശിനോട് ഭയങ്കര സ്നേഹം. അതാ എന്റെ അതിശയം. സന്ധ്യ വിഷയം നോക്കി സംശയത്തോടെ പറഞ്ഞു. എനിക്കിഷ്ടായി മാം, ഒരുപാട്. എല്ലാം നേടിത്തന്ന മാം, അവളെ കൂടി എനിക്ക് നേടിത്തരുവോ? അവന്റെ സംസാരത്തിൽ സദ്യക്ക് കലി കയറി. നിനക്ക് നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ഒരു കുട്ടിയെ ഞാൻ കണ്ടെത്തി തരും. അല്ലാതെ അവളെ പോലുള്ള മിഡിൽ ക്ലാസ്സിലൊന്നും വേണ്ട. സന്ധ്യയുടെ അപകർഷബോധം തലപൊക്കി. മാം പ്ലീസ്, ആഗ്രഹിച്ചതെന്തും മാം എനിക്ക് നേടിത്തന്നിട്ടുണ്ട്. ഇത് കൂടി എനിക്ക് വേണ്ടി ചെയ്യില്ലേ? അവന്റെ കൊഞ്ചിൽ സന്ധ്യയുടെ അമ്മ മനസ്സ് അലിഞ്ഞു. ഞാൻ ഏട്ടുകൊണ്ട് സംസാരിക്കാം. ബട്ട് എടുത്ത് എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അമ്മായി മനസ്സിൽ കാണുന്ന മുന്നേ മാം അത് മാനത്ത് കാണില്ലേ? അവന്റെ കൂടുതലോടുള്ള ചിരിയിൽ സന്ധ്യയ്ക്ക് പങ്കു ചേർന്നു. ചടങ്ങിൽ സന്ധ്യ ചന്ദ്രശേഖരുടെ കാര്യം അവതരിപ്പിച്ചു. ചന്ദ്രശേഖരൻ നിറമിലെ നോക്കി. അവിടെ ദേഷ്യം ഇരച്ചു കയറി. മുഖം ചുവന്നിരിപ്പ്. നടക്കില്ല, ഇത് മാത്രം നടക്കില്ല. ഇവിടുത്തെ കുട്ടികൾക്ക് അവകാശപ്പെട്ടില്ല. നീ തട്ടിപ്പറിച്ചു നിന്റെ മോന് കൊടുത്തിട്ടേ ഉള്ളൂ. ഇതുകൂടി നിന്റെ മോന് കൊടുക്കാമെന്ന് നീ കരുതേണ്ട സദ്യ. കണ്ടത് മുതൽ അവളെ ഞാൻ എൻ്റെ മരുമകളായാണ് കണ്ടത്, അല്ലാതെ നിന്റെ മരുമകളായിട്ടല്ല. ഇവിടെ മേട്ടനാനി അനിയത്തിക്ക് വക്കാലത്ത് പിടിച്ച ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങും. ഒരിക്കലെങ്കിലും എൻ്റെ മോന് ഇവന്റെ മുന്നിൽ ജയിക്കണം. നന്ദയുടെ മേളുള്ള നിന്റെ മോഹം ഇവിടെ വെച്ച് നിർത്തിക്കും. കിതപ്പൂടെ പറഞ്ഞു നിർത്തി നിർമ്മല ഒരു കാറ്റ് പോലെ തിരിഞ്ഞു പോയപ്പോൾ സന്ധ്യ ഉൾപ്പെടെ എല്ലാവരും അമ്പരന്ന് നിന്നു. സംഭാഷണം എല്ലാവരും കേട്ടുകൊണ്ട് അവിടെ നിന്ന് നന്ദനും സിദ്ധുവും പരസ്പരം നോക്കി അർദ്ധമായി ഒന്ന് ചിരിച്ചു. ആദ്യമായി തോൽവിയോടെ തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന വിഷയുടെ മുഖം രണ്ടാലും സംതൃപ്തി നിറച്ചു. എല്ലാവരും കേൾക്കാൻ ഞാൻ ഒരു കാര്യം പറയാൻ പോകുക. സിദ്ധു മുന്നോട്ട് വന്ന് അവരെ നോക്കി പറഞ്ഞപ്പോൾ വിഷ എന്താണെന്ന ഭാവത്തിൽ കൈകെട്ടി അവനെ നോക്കി.